അങ്ങനെ കൊല്ലത്തിന്റെ ചില മനുഷ്യരുടെ തലയിൽ ഒരു പൊൻതൂവൽ കൂടി വന്നിരിക്കുകയാണല്ലോ. കേറ്ററിംഗ് തൊഴിലാളികൾ തമ്മിലുണ്ടായ തർക്കം കൂട്ടയടിയിൽ കലാശിക്കുകയായിരുന്നു. കൊല്ലത്ത് കൂട്ടിക്കടയിൽ വിവാഹ സൽക്കാരത്തിന് ശേഷം ബിരിയാണിക്കൊപ്പം സലാഡ് കിട്ടാത്തതിനെ തുടർന്ന് കേറ്ററിംഗ് തൊഴിലാളികൾ തമ്മിലുണ്ടായ തർക്കം കൂട്ടയടിയിൽ കലാശിക്കുകയായിരുന്നു. 4 പേർക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. അടികൊണ്ട പരിക്കേൽക്കാതിരിക്കാൻ ഉടുമ്പൻ ചോര ബെസ്റ്റാ. സാധാരണ ഉടുമ്പല്ല, പൊന്നുടുമ്പ്. ചോരയും കുടിച്ച് അതിന്റെ നാക്കും പിഴുതെടുത്ത് വിഴുങ്ങിയിട്ട് 2 പേൽ ഓടണം. എന്നാലും ദഹിക്കൂ. ഒരു പ്രത്യേക ജീവിതല്ലേ. പൊറോട്ട കിട്ടാത്തതിന്റെ പേരിൽ അടിയുണ്ടാക്കിയ ജില്ലയും കൊല്ലം തന്നെയായിരുന്നു. അതിനു മുമ്പ് ലേസ് കിട്ടാത്തതിന്റെ പേരിലും അടിയുണ്ടാക്കിയെന്നാണ് കേട്ടത്. മാത്രവുമല്ല, ആലപ്പുഴയ്ക്കടുത്തുള്ള ഭാഗത്താണെന്ന് തോന്നുന്നു പപ്പടം കിട്ടാത്തതിന്റെ പേരിലും അടിയുണ്ടാക്കിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടികൾ പലവിധം. സെവൻസിനടി, പൂരത്തിനടി, ഉത്സവത്തിനടി, പെരുന്നാക്കടി, ഗാനമേളക്കടി, തിയേറ്ററിലടി. ഇതെല്ലാം ഒരു എന്റർടൈൻമെന്റ്. എന്താ സംഭവം? അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? ഈ രണ്ടാമതിരുന്ന തൊഴിലാളികൾക്ക് ആദ്യം ഇരുന്ന ആളുകൾ സാലഡ് വിളമ്പിയിട്ടില്ല എന്ന പേരിലുള്ള ഒരു തർക്കം, അത് തല്ലിലേക്ക് എത്തുന്നു, അത് കൂട്ടത്തല്ലിലേക്ക് എത്തുന്നു, അത് പാത്രങ്ങൾ എടുത്തെറിയുന്നു, അതിൽ ബിരിയാണികൾ പോലും എയറിലേക്ക് എത്തുന്നു. അങ്ങനെ ചിക്കൻ കാല് കൊണ്ട് വരെ അടിയായി എന്നാണ് പറഞ്ഞത്. അതിൽ ബിരിയാണികൾ പോലും എയറിലേക്ക് എത്തുന്നു. അങ്ങനെ ചിക്കൻ കാല് കൊണ്ട് വരെ അടിയായി എന്നാണ് പറഞ്ഞത്. എന്റെ പുനടാവെ, ഇവനെ കണക്കൊരു സൈക്കോ ഞങ്ങളുടെ നാട്ടിൽ വേറെ ഇല്ല. ബാബു, ഇനി ഒന്നും നോക്കണ്ട. സച്ച് കാലെടുക്കല്ലേ. പെണ്ണു വീട്ടുകാർ ഒറ്റ ജീവനോടെ പുറത്തുപോകാൻ പാടില്ല. ഇതെന്താ ഈ രൂപത്തില്? എപ്പോഴും അടി നടക്കണ സ്ഥലമല്ലേ. വേറെ രൂപത്തിലാവണ്ടെന്ന് കരുതിയാണ് ഞാൻ ഈ രൂപത്തിലായത്. ഒരു സേഫ്റ്റിക്ക്. വലിയൊരു ചീത്തപ്പേരാണ് ഈ കൊല്ലം തട്ടാമല ഭാഗത്തേക്ക് ഈ കല്യാണത്തിന്റെ പേരിൽ. മനുഷ്യന് വഴി കൊണ്ട് നടക്കാൻ മേലുണ്ടായല്ലോ. കുടിക്കുക, തല്ലും പിടി ഉണ്ടാക്കുക. പൊറോട്ട കിട്ടാത്തതിന്റെ പേരിൽ, സലാഡ് കിട്ടാത്തതിന്റെ പേരിൽ, ലേസ് കിട്ടാത്തതിന്റെ പേരിൽ, പപ്പടം കിട്ടാത്തതിന്റെ പേരിൽ എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? എന്താ പറ, എനിക്കറിയില്ല. അപ്പൊ എല്ലാം പറഞ്ഞു. അടുത്ത മാസം മലയാള മാസം 1-ാം തീയതി വീണ്ടും കൂട്ടി. നന്ദിയില്ലാത്ത പട്ടികളെ മക്കളെ.